വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. അരുണിമ മിസ് ആണ്. എല്ലാവരും മിസ്സിന് അറിയാം നന്നായിട്ട് എക്സാമിന്റെ പ്രിപ്പറേഷനിലൊക്കെ ആയിരിക്കും. അപ്പൊ നിങ്ങളുടെ പ്രിപ്പറേഷൻ ഒന്നുകൂടെ ഹെൽപ്പ് ചെയ്യാനാണ് കേട്ടോ മിസ് ഇപ്പൊ വന്നിരിക്കുന്നത്. നിങ്ങളുടെ ബേസിക് സയൻസിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ് ദ എസെൻസ് ഓഫ് ചേഞ്ച്, മാറ്റത്തിന്റെ പൊരുൾ. ഈ മാറ്റത്തിന്റെ പൊരുൾ എന്നുള്ള ഭാഗത്ത് തന്നെ പല തരത്തിലും ക്വസ്റ്റ്യൻ ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് അവസ്ഥാമാറ്റം, ചേഞ്ച് ഓഫ് സ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഞാൻ എളുപ്പത്തിൽ കാണിച്ചു തരാം. എന്താ ഈ ഒരു ടേബിൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെച്ചാൽ മതി. ഈ ഒരു ടാപ്പ് പാറ്റേണിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഭാഗം നന്നായിട്ട് മനസ്സിലാക്കി വെക്കാം. അപ്പൊ നോക്കിക്കോ, ഇവിടെ ഐസ് ക്യൂബ് ഉണ്ട്. അതേപോലെ ഐസ് ക്യൂബിന് നേരെ അബ്സോർബ്സ് ഹീറ്റ് എന്ന് പറഞ്ഞ ഒരു ആരോ മാർക്ക് കൊടുത്തിട്ടുണ്ട്. ബാക്കി ഭാഗം നിങ്ങൾ ഫില്ല് ചെയ്യണം. സോ ഐസ് കട്ട താപം സ്വീകരിച്ചു കഴിഞ്ഞാൽ എന്താണ് ഐസ് കട്ടയ്ക്ക് സംഭവിക്കുക? ഐസ് കട്ട എന്തായിട്ടാണ് മാറുക? വെള്ളമല്ലേ, വാട്ടർ അല്ലേ ആയിട്ട് മാറുക. സോ നമ്മൾ ഇവിടെ എന്താ എഴുതേണ്ടത്? വാട്ടർ. ഇത് ആലോചിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടോ? ഒരു ഐസ് കട്ട പുറത്തെടുത്ത് വെച്ച് കഴിഞ്ഞാൽ അത് എന്തായിട്ട് മാറാം? വെള്ളമായിട്ട് മാറും. എങ്ങനെയാണ് വെള്ളമായി മാറുന്നത്? താപനില കൂടി അല്ലെ, ടെമ്പറേച്ചർ കൂടി, അതായത് അബ്സോർബ് ഹീറ്റ്. യെസ്. ഇനി വാട്ടർ എങ്ങനെയാ നീരാവിയാവുന്നത്? സ്റ്റീം ആയിട്ട് എങ്ങനെയാ മാറുന്നത്? ഒരു സംശയവും വേണ്ട അല്ലെ. വെള്ളം നമ്മൾ ചൂടാക്കുമ്പോഴല്ലേ സ്റ്റീം ആയിട്ട് മാറുക. സോ അബ്സോർബ് ഹീറ്റ്, അബ്സോർബ് ഹീറ്റ്. യെസ്, അബ്സോർബ് ഹീറ്റ് എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? താപം സ്വീകരിക്കുന്നു. അപ്പൊ നീരാവിയായിട്ട് മാറും. ഇനി നീരാവി എങ്ങനെയാണ് വെള്ളമായിട്ട് മാറുന്നത്? നീരാവി എങ്ങനെ വെള്ളമായി മാറുന്നു? താപം പുറത്തു വിട്ട് അല്ലെ. നീരാവി നമ്മളൊന്ന് കുറച്ചു നേരം തണുക്കുമ്പോ എന്തായിട്ട് മാറും? യെസ്, വെള്ളമായിട്ട് മാറും അല്ലെ. യെസ്, വെള്ളം. ഇനി ഈ വെള്ളം എങ്ങനെയാണ് ഐസ് കട്ടയായിട്ട് മാറുന്നത്? കൊണ്ടുപോയി ഫ്രിഡ്ജിൽ വെച്ചാ പോരെ? യെസ്. അപ്പം താപം വീണ്ടും പുറത്തു വിടണം അല്ലെ. താപം പുറത്തു വിടുന്നു. റിലീസ് ഹീറ്റ്, റിലീസ് ഹീറ്റ്. ഇത്രയും എഴുതി കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഭാഗം കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞു. ഓക്കെ ആണോ? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ അല്ലെ? എങ്ങനെയാണ് അവസ്ഥാമാറ്റം? അപ്പൊ അവസ്ഥാമാറ്റം ഉണ്ടാവാൻ കാരണം എന്താണ്? ഒരു വസ്തു താപം സ്വീകരിക്കുമ്പോഴോ താപം പുറത്തു വിടുമ്പോഴോ അല്ലെ. എനർജി അബ്സോർബ് ചെയ്യുമ്പോഴോ എനർജി റിലീസ് ചെയ്യുമ്പോഴോ. കഴിഞ്ഞിട്ടില്ല. ഈ ഒരു ഭാഗത്ത് നിന്ന് തന്നെ എപ്പോഴും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ കൂട്ടത്തിൽ വാട്ടറിനാണോ, ഐസിനാണോ, അല്ലെങ്കിൽ സ്റ്റീമിനാണോ താപനില കൂടുതൽ? ആർക്കാണ് താപനില എപ്പോഴും കൂടുതൽ? ടെമ്പറേച്ചർ കൂടുതൽ ആർക്കാണ്? സ്റ്റീമിനാണ് അല്ലെ. സ്റ്റീമിനാണ് താപനില കൂടുതൽ. മോർ എനർജിയും. അപ്പൊ അതുകൊണ്ട് തന്നെ ആർക്കാണ് ഏറ്റവും കൂടുതൽ ഊർജമുള്ളത്? അതും സ്റ്റീമിന് തന്നെ അല്ലെ. അപ്പൊ മോർ എനർജി എന്നുള്ളത് ആർക്കാണ്? സ്റ്റീമിനാണ്. അപ്പൊ എനർജി കുറവുള്ളത് ആരായിരിക്കും? ഐസിനാണെന്നുള്ളത് നിങ്ങൾ പ്രത്യേകം ഓർത്തു വെക്കുക. അപ്പൊ ഇവിടെ നമുക്ക് ലെസ് എനർജി എന്ന് എഴുതാം അല്ലെ. ലെസ് എനർജി. ഇതും നിരവധി പ്രാവശ്യം ചോദിച്ച ചോദ്യമാണ്. ഇതുപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. എന്തുകൊണ്ട് താപനില അല്ലെ, അതായത് നമ്മുടെ പലതരത്തിലുള്ള പൊള്ളലുകൾ ഉണ്ടല്ലോ. അപ്പൊ വെള്ളം കൊണ്ടുള്ള പൊള്ളലിനേക്കാൾ കൂടുതൽ എന്തുകൊണ്ടാണ് മാരകമായിട്ടുള്ള പൊള്ളല് ആവി കൊണ്ടുള്ള പൊള്ളൽ അല്ലെങ്കിൽ നീരാവി കൊണ്ടുള്ള പൊള്ളൽ കൂടുതൽ മാരകമാണെന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്നൊക്കെ ചോദ്യം വരാറുണ്ട്. അതിനും ഇതേ കാരണം തന്നെയാണ് അല്ലെ. കാരണം എന്താണ്? നീരാവിക്കാണ് പൊള്ളൽ കൂടുതൽ ഉണ്ടാവുക. കാരണം എന്താണ്? അതിലാണ് മോർ എനർജി ഉള്ളത്. കൂടുതൽ താപനിലയുള്ളതും ആർക്കാണ്? നീരാവിക്കാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. എല്ലാവരും നന്നായിട്ട് പഠിച്ചേക്കുക. വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്.